കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സജിന ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ദിയ സനയെക്കുറിച്ചൊരു ആരോപണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കരമായിട്ട് അത് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ദിയ സന ഇതേ കണക്ക് MDMAയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. തൻ്റെ വീട്ടിലൊക്കെ വന്നപ്പോൾ ഇതേ കണക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട സമയത്തുണ്ടെങ്കിൽ താൻ താക്കീതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേ കണക്കൊന്നും ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഇത് ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേയധികം പേര് ദിയ സനയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ പോയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതേ കണക്ക് നീ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണോ ആൾക്കാരെ അടുത്തൊക്കെ ചെന്നിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും ഭയങ്കരമായിട്ട് ഫെമിനിസമൊക്കെ പറയാൻ നിൽക്കുന്നേ, നീയൊക്കെ ഇങ്ങനത്തെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇതിനെപ്പറ്റി താൻ പ്രതികരിക്കും എന്നുള്ള രീതിയിൽ ദിയ സനയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഭാഗമായിട്ട് ഈ ഒരു ദിയ സന ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒരു സജിനയും അതുപോലെ തന്നെ റസൂൽ പൂക്കുറ്റിയും തമ്മിലുള്ള കുറച്ച് വോയിസ് മെസ്സേജൊക്കെയാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു വോയിസിനകത്ത് ഇതേ കണക്ക് സജിന ഉണ്ടെങ്കിൽ റസൂൽ പൂക്കുറ്റിയെടുത്ത് 3 കോടിയോളം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. താനുണ്ടെങ്കിൽ ഒരു 39 ലക്ഷത്തിനടുപ്പിച്ചാണ് ഈ ഒരു സജിനയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ റസൂൽ പൂക്കുറ്റി പറയുന്ന രീതിയിലുള്ള ഒരു വോയിസാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം പിന്നെയും കുറേയധികം പേര് സജിനയ്ക്കെതിരെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ഒരു വോയിസ് പുറത്ത് വിട്ടതിന് ശേഷം ഇപ്പം സജിന തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്ന് പ്രതികരിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചത് ഇതിനെപ്പറ്റിയൊന്നും അല്ലായിരുന്നല്ലോ, നിൻ്റെ ലഹരി ഉപയോഗത്തെ പറ്റിയാണ്, നീ എന്തിനാണ് ഇതൊക്കെ എടുത്തിടുന്നത്? ഞാൻ റസൂൽ പൂക്കുറ്റിയും തമ്മിലുള്ള സംസാരത്തിൻ്റെ വോയിസൊക്കെ നേരത്തെ വെളിയിൽ വന്നിട്ടുള്ളതാണ്. നിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നീ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നിനക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല, എൻ്റെ റസൂൽ പൂക്കുറ്റിയും പറ്റിയുള്ള സംസാരം മാത്രമേ ഉള്ളൂ. നീ ഉണ്ടെങ്കിൽ ഇതേ കണക്കൊരു ഡോക്ടറിനെ വിളിച്ച് 3 മാസത്തിന് മുമ്പ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡിൽ നിന്ന് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. 1 വർഷത്തോളം എന്തോ അറിയാൻ പറ്റുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും റെഡിയാണ്. സജിന പറയുന്ന ഒരു കാര്യം, ഞാൻ ഇപ്പോഴും റെഡിയാണ് എൻ്റെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ. നീ റെഡിയാണോ എന്നുള്ള രീതിയിലാണ് ദിയയെടുത്ത് പിന്നെയും ഒരു മറുപടിയായിട്ട് അതുപോലെ തന്നെ ഭീഷണിയായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, നീ ഉണ്ടെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്തേ പറ്റൂ, വേറെ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു പോകാൻ പറ്റുമെന്ന് നീ വിചാരിക്കേണ്ട, നിന്നെ ഞാൻ പെടുത്തുമെന്നുള്ള രീതിയിൽ തന്നെയാണ് സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ദിയ ഇതിനുള്ള മറുപടിയായിട്ട് വന്നേ പറ്റൂ. കാരണം ദിയയ്ക്കെതിരെ വലിയൊരു ആരോപണം തന്നെയാണ് സജിന വെച്ചിട്ടുള്ളത്. ഈ ഒരു സജിന പറഞ്ഞ കണക്ക് അതിനുള്ള മറുപടി ഇതുവരെ ഈ ഒരു ദിയ പറഞ്ഞിട്ടില്ല. ദിയ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ റസൂൽ പൂക്കുറ്റിയും അതുപോലെ തന്നെ സജിനയും തമ്മിലുള്ള ഒരു വോയിസ് ക്ലിപ്പിൻ്റെ അത് മാത്രമേ പുറത്ത് വിട്ടിട്ടുള്ളൂ. എന്തായാലും ഇതിന് ഇനി ദിയയ്ക്ക് എന്താണ് പറയാനുള്ളത്, ഇനി വോയിസ് ക്ലിപ്പോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആയിട്ട് വരുമെന്ന് തോന്നുന്നു. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും.